നമ്മുടെ മൂന്നാർ വട്ടവട ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് ഇത്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ കൂര എന്ന് പറഞ്ഞ റിസോർട്ടിലെത്തി. അപ്പം അവനത് ഇറങ്ങിപ്പോയി, അവൻ അറിയുന്ന ആളുടെ ആയിരുന്നല്ലോ. അപ്പം അവിടെ ഇറങ്ങി, ഇതാണ് ലൊക്കേഷൻ കേട്ടോ. അവിടെ ചെറിയൊരു പ്ലേയിങ് ഏരിയ, പിന്നെ ചെറിയൊരു ബാൽക്കണി, പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു പാറയൊക്കെ ആയിട്ട്. ഇപ്പോൾ വൈകുന്നേരമായി നമ്മൾ വന്നപ്പോഴത്തേനും, അപ്പോൾ അതിൻ്റെ ഒരു മോഡലായി കാണുന്നത്. പക്ഷേ ശരിക്കും അടിപൊളിയായിട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് തൊട്ട് മുമ്പ് ഈ കാണുന്ന മലയുണ്ട്, നല്ല രസമാണ് കേട്ടോ. ഇത് ഓരോ ടൈമിലും ഓരോ കളറാണ് ആ മലയ്ക്ക്, ലൈറ്റ് അനുസരിച്ച് ഞാൻ തോന്നുന്നു. എന്തായാലും തൊട്ട് മുന്നേ ഒരു മലയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാനൊരു സുഖമുണ്ട്. ശരസാർ ഇത് അവിടെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ചെക്കൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടൊക്കെ പാടി വൈബടിച്ചിരുന്നപ്പോൾ നമ്മുടെ കൂരയുടെ മുതലാളി, അതായത് നമ്മുടെ ശരത്തിൻ്റെ ബെസ്റ്റ് ബടി വന്നതുപോലെ നമുക്ക് ട്രക്കിങ്ങിന് പോകുന്നില്ല. പിന്നെ ആയിക്കോട്ടെ നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി. ട്രക്കിംഗ് എന്നല്ല, ആക്ച്വലി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കൂരയുടെ താഴെയായിട്ട്. അങ്ങോട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി വഴിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കയറിലൊക്കെ പിടിച്ച് തൂങ്ങി വേണം ഇറങ്ങാനല്ല. ഇന്നലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ക്രോസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യാനെത്തി. കാണുന്നവരൊന്നും കേട്ടോ, നല്ല ഒഴുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബടിക്കൊന്നും വിഷയമില്ല. പുള്ളി മെർച്ചൻ്റ് നേവിയൊക്കെ ആയിട്ട് നമ്മൾ നൈസായിട്ട് അപ്പുറം ക്രോസ് ചെയ്തെത്തി. അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളേതായാലും ഞാൻ അവിടെ നിന്നേ ഉള്ളൂ, കുറച്ച് വ്യൂ ഒക്കെ കണ്ടു. നമ്മൾ ശരസാർ അവിടെ ഇറങ്ങിയിട്ട് കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ ഞാൻ ആ വ്യൂ ഒക്കെ കണ്ട് അവിടെ ഇരുന്നു. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ. അവന്മാർക്ക് ഇതൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഫോറസ്റ്റ്, നമുക്ക് കിടക്കാൻ പെർമിഷൻ ഇല്ല. ഇവിടെ വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ താമസിച്ച ടെൻ്റ് ആട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ പ്രീമിയം ടെൻ്റാണ്. നമ്മൾ ബുക്ക് ചെയ്ത പ്രീമിയം ടെൻ്റ് അല്ല, പക്ഷേ നമ്മുടെ ബടി നമ്മുടെ ബന്ധം വെച്ചിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെന്നാണ്. നൈസായിരുന്നു കേട്ടോ. ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. നമ്മുടെ ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. ആ കാണുന്ന കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച ടെൻറ്റ്, പ്രീമിയം ടെൻ്റായിട്ട് നിലവിൽ വരണേ ഉള്ളൂ. പിന്നെ അതിപ്പോൾ ഞാൻ പാലപ്പുറത്തു നിന്ന് എടുത്ത വ്യൂ കേട്ടോ. പിന്നെ നേരെ കാണുന്നത് നമ്മുടെ ബാക്കി മലകൾ, ഈ താഴെ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഇന്നലെ ട്രെക്കിങ്ങിന് പോയില്ലേ, ആ വഴിയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ മലയിൽ കുറച്ച് വേറെ പ്രോപ്പർട്ടിയൊക്കെയാണ്, പുതിയ പ്രോപ്പർട്ടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം പോകാൻ സമയം കേട്ടോ. രാവിലെ ഏകദേശം ഒരു 10 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ശരസാറാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് പോകാൻ ഒരു താല്പര്യമില്ലാതെ പോലെ നിൽക്കുകയാണ്. പുള്ളി കുറച്ച് നേരം കൂടെ എങ്ങനെയാലും നിൽക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഇറങ്ങാതിരിക്കാൻ വഴിയില്ല. പുള്ളി അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു. എന്തായാലും കൂര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വീക്കെൻഡൊക്കെ സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു വട്ടവട സീരീസ് നമുക്കിനി അടുത്ത പുതിയ വ്ലോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.